നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കണ്ടത് സ്വന്തം ജീവദാതാവിനെ, തൊട്ടത് സ്വന്തമാക്കിയ ജീവകോശത്തെ. മനസ്സ് നിറഞ്ഞൊരു കൂടിക്കാഴ്ചയായിരുന്നു അത്. ആദിയും വിഷ്ണുവും പുണർന്നപ്പോൾ കൂടെയുള്ളവരുടെ കണ്ണു നിറഞ്ഞു. മകന് ജീവിതം നൽകിയവനെ അമ്മ ദിവ്യയും ചേർത്ത് പിടിച്ചു. നന്ദി വാക്കുകൾക്കപ്പുറം കണ്ണീരായി ഒഴുകി. മജ്ജ മാറ്റിവെക്കലിലൂടെ രക്താർബുദത്തെ അതിജീവിച്ച നാൾ മുതലുള്ള 2 വർഷത്തെ കാത്തിരിപ്പിനാണ് തിരുവനന്തപുരം MG കോളേജിൽ വെള്ളിയാഴ്ച വിരാമമായത്. ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രിയാണ് ഈ അപൂർവ നിമിഷത്തിന് വേദിയൊരുക്കിയത്. 10 വർഷം മുൻപ് രക്താർബുദം പിടിപെട്ട 2ാം ക്ലാസ്സുകാരന് 8 വർഷത്തോളമുള്ള ചികിത്സയ്ക്കൊടുവിലാണ് മജ്ജ മാറ്റിവെച്ചത്. വട്ടപ്പാറ സ്വദേശിയും ഇൻഫോസിസിലെ ജീവനക്കാരനുമായ വിഷ്ണു വേണുഗോപാലിന്റെ രക്തമൂല കോശങ്ങളാണ് ആദിക്ക് നൽകിയത്. ചികിത്സയ്ക്കൊടുവിൽ വിഷ്ണുവിന്റെ രക്തഗ്രൂപ്പായ B നെഗറ്റീവിലേക്ക് ആദി മാറി. കൂടപ്പിറപ്പുകളില്ലാത്ത ആദിക്ക് വിഷ്ണു രക്തബന്ധുവായി. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ജീവനോളം വിലമതിക്കുന്ന സഹായം ചെയ്യാൻ കഴിഞ്ഞത്. ആരെന്നറിയാത്ത ഒരാളുടെ ജീവൻ നിലനിർത്താനുള്ള പോംവഴി എന്ന് മാത്രമാണ് കരുതിയത്. ആദിക്ക് എല്ലാ കാലവും ഒരു സഹോദരനായി ഒപ്പമുണ്ടാകും, വിഷ്ണു പറയുന്നു. MG കോളേജിൽ 2014 2ാം വർഷ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് ധാത്രിയുടെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത്. 8 വർഷത്തിന് ശേഷം 2023 അതൊരാൾക്ക് സാമ്യമാണെന്ന് അറിയിച്ചുള്ള ഫോൺ വരുന്നതും രക്തമൂലകോശം ദാനം ചെയ്യുന്നതും. 17 വയസ്സിനിപ്പുറമുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്. പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടു. ജീവൻ തിരിച്ചു കിട്ടിയ നാൾ മുതൽ രക്ഷകനായ വ്യക്തിയെ എന്നും ഓർത്തിരുന്നു. ജീവിതത്തിൽ ജ്യേഷ്ഠ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. ആദിയുടെ വാക്കുകളിൽ സന്തോഷം മാത്രം. കൊല്ലം അഞ്ചൽ സ്വദേശിയായ ആദി നാരായണന് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രക്താർബുദം സ്ഥിരീകരിക്കുന്നത്. തിരുവനന്തപുരം RCCയിലെ ചികിത്സയിലൂടെ രോഗമുക്തനായി. 5 വർഷത്തിന് ശേഷം വീണ്ടും രോഗം. ചികിത്സ നടക്കുന്നതിനിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രോഗം പിടിമുറുക്കി. 2023 കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ വെച്ചാണ് മജ്ജ മാറ്റിവെച്ചത്. ധാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രി സംഘടിപ്പിച്ച സംഗമത്തിൽ NSS സംസ്ഥാന ഓഫീസർ D ദേവിപ്രിയ വിശിഷ്ട അതിഥിയായി. MG കോളേജ് പ്രിൻസിപ്പൽ VM ആനന്ദകുമാർ, കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർമാരായ S രാഹുൽ, VS ചിത്ര, ധാത്രി നാഷണൽ ഓപ്പറേഷൻ ഹെഡ് എബി സാം ജോൺ എന്നിവർ പങ്കെടുത്തു.